എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഏത് നിമിഷം ഉണ്ടാകും എന്ന തരത്തിലാണ് മാധ്യമങ്ങളൊക്കെ വാർത്ത വരുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളതല്ല, വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഇന്ത്യ ഓൾറെഡി പാകിസ്ഥാനെതിരെ ഒരു വാർ തുടങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, ഈ ഒരു യുദ്ധം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ സൈനികമായിട്ടുള്ള യുദ്ധങ്ങൾ മാത്രമല്ല, പല തരത്തിലുണ്ട്. യുദ്ധതന്ത്രങ്ങൾ എന്ന് വെച്ചാൽ പലതരത്തിലാണ്. അതിലേറ്റവും പുതിയ തന്ത്രമാണ് ഇന്ത്യ പയറ്റിയിരിക്കുന്നത്. ഡിപ്ലോമാറ്റിക് വേയിലൂടെ ഈ സിന്ധു നദി ജല കരാർ അത് ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. തന്മൂലം എന്താ പാകിസ്ഥാൻ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ പാകിസ്ഥാന് ജലം ഉണ്ടാവില്ല. ഏകദേശം, അതായത് ഈ പാകിസ്ഥാന് GDP ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ കൃഷിയാണ്. ചോളം, ഗോതമ്പ്, അങ്ങനെയുള്ള കൃഷികളാണ്. അപ്പോൾ ഈ കൃഷികളൊക്കെ എന്താ പറയുക, വെള്ളം കിട്ടാതിരിക്കുമ്പോൾ നശിച്ചു പോകും. അപ്പോൾ പാകിസ്ഥാനിന് ലിറ്ററലി സംഭവിക്കാൻ പോകുന്നത് ഒരു പട്ടിണിയിലേക്കാണോ, അവർ GDP കൂപ്പ് കുത്താൻ പോവുകയാണ്. അപ്പോൾ എന്താ പറയേണ്ടത്, ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബഡ്ജറ്റ് വരുമ്പോഴുണ്ടല്ലോ, ഒരുപാട് ഇത് ഡിഫൻസിന് വേണ്ടി മാറ്റിവെക്കും. അപ്പോൾ എന്താ പറയേണ്ടത്, ഇനി വരും വർഷം, ഈ വരാൻ പോകുന്ന വർഷത്തിൽ ഡിഫൻസിന് ബഡ്ജറ്റ് ഒരുപാട് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കാർഷിക ദുരിതം, കർഷകർ അനുഭവിക്കുന്ന ദുരിതം, അതെങ്ങനെ, ഈ ജലം ഉണ്ടാവാത്ത അവസ്ഥയിലില്ല, അതെങ്ങനെ ടാക്കിൾ ചെയ്യും എന്നാണ് പാകിസ്ഥാനിന് എന്താ പറയുന്നത്, വലിയ രീതിയിൽ അതിന് കാശ് മുടക്കേണ്ടി വരും. അതൊന്ന് നേരാക്കിയെടുക്കാൻ വേണ്ടി അത് ഒരു ഡിപ്ലോമാറ്റിക് വേയിലുള്ള ഒരു വാർ തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു വാർ. ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എത്രയാണ്. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി 80% പാകിസ്ഥാൻ്റെ GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ കൃഷിക്കാരാണ്. ആ കൃഷിക്കാർ വെള്ളം കിട്ടാതെ, കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർനാഷണൽ ഒരു മീഡിയ ആ സാറ്റലൈറ്റിൽ ഒരു ചിത്രം പുറത്തുവിട്ടിരുന്നു. അതായത് ഇതിന് ശേഷം, ഈ അണക്കെട്ടുകളൊക്കെ അടച്ചതിന് ശേഷമുള്ള പാകിസ്ഥാൻ്റെ ആ ഭൂപ്രകൃതിയുടെ ഒരു അവസ്ഥ ഒരു ഇൻ്റർനാഷണൽ മീഡിയ പുറത്തുവിട്ടിരുന്നു. ശരിക്കും ദുരിതത്തിലേക്കാണ് അവർ പോകുന്നത്. ഇതൊക്കെ ഇനി മരുഭൂമി ആവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് യുദ്ധത്തിൻ്റെ ഒരു വേർഷൻ. അടുത്ത വെർട്ടിക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ പാകിസ്ഥാനിലെ പട്ടാളത്തിൽ പോലും ഇന്ത്യൻ ചാരന്മാർ നുഴഞ്ഞു കയറി എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇതിനാസ്പദമായി റിലേറ്റ് ചെയ്തൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം, അതായത് ഇതിന് പുറത്തു വന്നത്, ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ വ്യക്തമായ വിവരം ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ലഷ്കർ ഇ തോയ്ബയുടെ ഹഫീസ് സയ്യിദിൻ്റെ വലങ്കൈയായ സൈഫുള്ള കസൂരി എന്ന് പറയുന്ന സൈഫുള്ള ഖാലിദ് എന്ന് പറയുന്ന തീവ്രവാദികളാണ് ഇതെന്താ പറയേണ്ടത്, നേരിട്ട് നിയന്ത്രിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഹഫീസ് സയ്യിദിനും ഇത് നന്നായിട്ടൊരു പങ്കുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ അറിയാം, ഇന്ത്യ അറ്റാക്ക് ചെയ്യുമ്പോണ്ടല്ലോ സിവിലിയൻസിനെ അധികം ഉപദ്രവിക്കാത്ത തരത്തിലുള്ള ഒരു അറ്റാക്ക് ആയിരിക്കും ഇന്ത്യ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള വ്യക്തമായൊരു സൂചന പാകിസ്ഥാൻ്റെ പക്കലുണ്ട്. നമുക്കറിയാം, ഈ പുൽവാമ അറ്റാക്കിന് ശേഷം ഈ എന്താ പറയേണ്ടത് സർജിക്കൽ സ്ട്രൈക്കൊക്കെ വരുമ്പോൾ കൂടുതലും തകർത്തത് തീവ്രവാദ ക്യാമ്പുകളായിരുന്നു. അന്ന് സർജിക്കൽ സ്ട്രൈക്കിൽ അവിടെ കൊല്ലപ്പെട്ടത് ഏകദേശം 500-ഓളം ലഷ്കർ ഇ തോയ്ബ ഭീകരവാദികളായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ഓപ്പറേഷൻ, ഇത് ഇന്ത്യക്കൊരു സുവർണാവസരമാണ്. ഈ ഹഫീസ് സയ്യിദിനെയും ലഷ്കർ ഇ തോയ്ബയുടെ സയ്യിദ് മസൂദിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട്, തീർക്കാൻ വേണ്ടിയിട്ട്, ഇവരുടെ ഈ തീവ്രവാദ സംഘടനകളെ തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഇന്ത്യ എന്താ വേണ്ടി ലക്ഷ്യം വെക്കുന്നത്. ഇത് ഇന്ത്യ ഒരു സുവർണ്ണ അവസരമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ ഓൾറെഡി ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യ എന്തായാലും ഇവന്മാരെ തട്ടുന്നില്ലൊരു കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബവൽപൂരിലുള്ള ഹഫീസ് സയ്യിദിനെ, ബവൽപൂർ പൂർവാധികം എന്താ പറയുക സൈനിക പട്ടാളക്കാർ വളഞ്ഞിരിക്കുന്ന ഒരു വലിയൊരു കൊട്ടാരത്തിലാണ്. അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ കൊട്ടാരത്തിന് ബവൽപൂർ എന്താ പറയുക ഒരാളൊഴിഞ്ഞ മേഖലയാണ്, അധികം ആൾക്കാർ താമസമില്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ ബവൽപൂരിൽ നിന്ന് പെട്ടെന്ന് ലഹോറിലേക്ക്, അതായത് കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ലഹോറിലേക്ക് മാറ്റുന്നു. അത് അവർക്കറിയാം, ഇത് സേഫ് അല്ല. അതായത് ഇവിടെ താമസിപ്പിച്ച് കഴിഞ്ഞാൽ, ബവൽപൂരിൽ താമസിച്ച് കഴിഞ്ഞാൽ സേഫ് അല്ല. ഇന്ത്യ ഏത് നിമിഷം വന്ന് ഇവിടെ വന്ന് ഈ ബിൻ ലാദൻ ഓപ്പറേഷൻ അബോട്ടാബാദിൽ നടത്തിയ ഓപ്പറേഷന്മാർ അവിടെ വന്ന് അതുമാതിരി പെട്ടെന്ന് ഇന്ത്യക്കാർ വന്നിട്ട് ഇവന്മാരെ തീർക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യ അത്രത്തോളം പ്രിപ്പയർഡാണ്, പ്ലാൻഡാണ്. അവർക്ക് ഇന്ത്യക്ക് അത്രത്തോളം വാശിയുണ്ട്, അത് ചെയ്തിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ മുൻനിർത്തി ഇവർ പെട്ടെന്ന് ലഹോറിലേക്ക്, ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ഹഫീസ് സയ്യിദിനെ. അപ്പോൾ പെട്ടെന്ന് ഇത് മാറ്റിയ ഉടനെ തന്നെയുണ്ടല്ലോ, ഇത് ചെവി അറിയാതെയാണ് പാകിസ്ഥാനിൽ ഓപ്പറേറ്റ് ചെയ്തത്. പക്ഷേ എന്താ പറയണ്ടേ, അതിൻ്റെ രേഖാചിത്രം പോലും പുറത്തു, സാറ്റലൈറ്റ് പിക്ചർ പുറത്തു വന്നു. അതെങ്ങനെ പുറത്തു വന്നു? അത് പാകിസ്ഥാനിൽ പട്ടാളത്തിലുള്ള പാകിസ്ഥാൻ ISAയിലെ ഇന്ത്യൻ ചാരന്മാർ പുറത്തു വിട്ടതാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങളൊക്കെ, മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും അത് കാണിച്ചു തുടങ്ങി. ഈ ഹഫീസ് സയ്യിദിനെ എവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്, അവിടെ എന്തൊക്കെയാണ് ഉള്ളത്, ഫുൾ മാപ്പ്. ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, കേരളത്തിലൊക്കെ ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മനോരമ മാപ്പ് പുറത്തു വിടില്ലേ, അതുമാതിരി ഫുൾ പുറത്തു വിട്ടിരിക്കുകയാണ്. ഹഫീസ് സയ്യിദ് എവിടെയാണ് താമസിക്കുന്നത്, ഹഫീസ് സയ്യിദിൻ്റെ വീട്ടിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്നൊക്കെ ശരിക്കും മാർക്ക് ചെയ്തിട്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ചൊല്ലിയിട്ട് ഇതെങ്ങനെ ചോർന്നു, ഇതിനെ ചൊല്ലിയിട്ട് എന്താണ് പാകിസ്ഥാനിലെ ദേശീയ മാധ്യമങ്ങളും പാകിസ്ഥാനൊക്കെ ഇവിടുത്തെ സർക്കാരിനെ ആർമിക്കെതിരെയൊക്കെ ഉണ്ട് ഭയങ്കര രൂക്ഷമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പ്രതിപക്ഷ പാർട്ടികൾ. അപ്പോൾ എന്ത് തന്നെയായാലും ഈ എന്താ പറയുക, ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ അജിത് ഡോവൽ എന്ന സുമ്മാവ, അജിത് ഡോവലിൻ്റെ പിള്ളേർ തന്നെയാണ് ഈ പാകിസ്ഥാൻ സൈന്യത്തിലും പാകിസ്ഥാൻ്റെ ISAയിലും നുഴഞ്ഞേറിയിരിക്കുന്നത്. ഇനി ഇവന്മാർ ഏത് രാവണൻ കോട്ടയിലും ഈ ഹഫീസ് സയ്യിദിനെ കൊണ്ട് ഒളിപ്പിച്ചു കഴിഞ്ഞാലും ഇന്ത്യയുടെ ആൾക്കാർ അവിടെ ചെന്ന് അവനെ തീർത്തിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇക്കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, നരേന്ദ്രമോദി അല്ലാതെ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവും BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള BJPയുടെ ആരെങ്കിലും ഒരു ചെറിയ നേതാവ് പോലും ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ എങ്ങനെ തിരിച്ചടി കൊടുക്കും എന്ന് തലപുകഞ്ഞാലോചിച്ച് ഒരക്ഷരം വേണ്ടിയില്ല. മാധ്യമങ്ങളൊക്കെ തലപുകഞ്ഞ് ഇങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ എന്താ പറയുക എന്തെങ്കിലും കാര്യം UP
സർക്കാരിൻ്റെ കാലത്തൊക്കെ എല്ലാ വിവരങ്ങളും എല്ലാവർക്കും ചോർന്ന് കിട്ടായിരുന്നു. ഇപ്പോൾ അതായത് നടക്കില്ല, ഒരു കാര്യം കിട്ടില്ല. അപ്പോൾ കുറേ ദിവസമായി 22-ാം തീയതി ഏകദേശം എന്താ പറയുക, ഏപ്രിൽ 22-നാണ് പെഹൽഗാം അറ്റാക്ക് നടന്നത്. ഇന്ന് ഏകദേശം ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇതുവരെയും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്ത് ആക്ഷൻ ഉണ്ടോ, നടപടി ഉണ്ടാകുന്നു, പാകിസ്ഥാനെതിരെ എന്ത് നടപടി ഉണ്ടെന്ന് ഒരു വിവരവും ആർക്കുമില്ല. അത് സാക്ഷാൽ നരേന്ദ്രമോദിക്കും അജിത് ഡോവലിനും ചിലപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനും ചിലപ്പോൾ അമിത്ഷാക്കും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എന്ത് തന്നെയാലും വരും ദിവസങ്ങളിൽ തന്നെ ഉടനെ തന്നെ ഒരു സൈനിക ഓപ്പറേഷനുള്ള സാധ്യതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, യുദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനിക നടപടി മാത്രമല്ല, ഡിപ്ലോമാറ്റിക്കായിട്ടും പല കാര്യങ്ങൾ ഉപയോഗിച്ച് ഒരു രാജ്യത്തെ സമ്മർദ്ദത്തിലാഴ്ത്താം, പ്രതിരോധത്തിലാഴ്ത്താം. അത് ഇന്ത്യ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, സെക്കൻഡ് ഫേസിന് സൈനിക ഓപ്പറേഷൻ ആയിരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ പട്ടാളത്തിലും ISIലൊക്കെ ഇന്ത്യൻ ചാരന്മാർ എങ്ങനെ നുഴഞ്ഞു കയറി? അപ്പോൾ പാകിസ്ഥാൻ ഇതിനെ ചൊല്ലി ഭയങ്കര എന്താ പറയുക ഇത് നടക്കുകയാണ്. അപ്പോൾ എങ്ങനെ വിശ്വസിക്കും? പാകിസ്ഥാൻ പട്ടാളത്തിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഈ ഹഫീസ് സയ്യിദിന് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് SSG എന്ന് പറഞ്ഞാൽ അതൊരു കമാൻഡോ വിങ് ആണ്. അതായത് നമുക്ക് ഇന്ത്യയുടെ കമാൻഡോസ് ഒക്കെ ഇല്ല, അതുമാതിരി അതിൽ ഫോം കമാൻഡോസ് ആണ് ഇവരെ സെക്യൂരിറ്റി ഫുൾ ഏറ്റെടുത്തിരിക്കുന്നത്. 1 കിലോമീറ്റർ ചുറ്റളവിൽ മോഷൻ ഡിറ്റക്ഷൻ CCTV ഒക്കെ വെച്ചിട്ടുണ്ട്. CCTV എന്ന് വെച്ചാൽ ഒരുപാട് AI ക്യാമറ. ആൾക്കാർ എന്ത് പറയുന്നത്, ഒരു കണ്ണിൻ്റെ മോഷൻ പോലും അത് ഡിറ്റക്ട് ചെയ്തിട്ട് അവരെന്താണ് ചിന്തിക്കുന്നത് പോലും അനലൈസ് ചെയ്യുന്ന അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ പട്ടിണിയും പരുവമായി നടക്കുന്ന ഈ പാകിസ്ഥാനിക്ക് ഇത്തരം സൗകര്യങ്ങളൊക്കെ ആരാ കൊടുക്കുന്നതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്ത്യക്ക് അറിയണം. അതായത് ഇവരുടെ കൂടെ തുർക്കിയുണ്ട്, ചിലപ്പോൾ സൗദിയൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ ഇന്ത്യക്ക് അറിയില്ല എത്തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ സഹായങ്ങൾ പാകിസ്ഥാൻ ലഭിക്കുന്നു. പക്ഷേ അതൊന്നും ഇന്ത്യക്ക് വിഷയമേ അല്ല. ഡോൺ കെയർ എത്തരത്തിലുള്ള ഇതൊന്നും എന്താ പറയുക, ഇന്ത്യ ഡോൺ കെയർ മൈൻഡിലാണ് കാണുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ പട്ടാളത്തിലും ISIലും നുഴഞ്ഞു കയറാൻ പറ്റുമെങ്കിൽ, ഇന്ത്യൻ പിള്ളേർക്ക്, അജിത് ഡോവലിൻ്റെ പിള്ളേർക്ക് പറ്റുമെങ്കിൽ ഈ ഹഫീസ് സയ്യിദിനെ ഏത് രാവൺ കോട്ടയിൽ വിളിച്ചു കഴിഞ്ഞാലും തട്ടിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇപ്പം അവർക്കുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം തന്നെ ഒരു പാകിസ്ഥാൻ മന്ത്രി പുലർച്ചയായിട്ടും പത്രസമ്മേളനമൊക്കെ നടത്തി. അപ്പോൾ അവർക്ക് പോലും ഐഡിയ ഇല്ല, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഒരു ഓപ്പറേഷൻ പോലും എന്താ പറയുക നടക്കുന്നില്ല, ഒരു വിവരവും കിട്ടുന്നില്ല. പിന്നെ അത് മാത്രമല്ല, പാകിസ്ഥാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കും, നരേന്ദ്രമോദിക്കെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാക്കും. പക്ഷേ പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യത്ത് എന്താ പറയുക, ഈ ഫുൾ ആൻറ്റി നാഷണൽ സ്റ്റാൻഡ് സ്വീകരിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ പോലും അതിരൂക്ഷമായ വിമർശനങ്ങൾ പല സ്ഥലത്തും ഉണ്ടായി. കഴിഞ്ഞ ദിവസം എന്താ പറയുക, അമേത്തിയിൽ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ, അമേത്തിയിലും മറ്റെവിടെയൊക്കെ ഉത്തർപ്രദേശിലെ സ്ഥലത്തൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആതങ്കവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന രാഹുൽ ഗാന്ധി ഗോ ബാക്ക് എന്ന് പറയുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഉത്തർപ്രദേശിലുടനീളം ആ മണ്ഡലത്തിൽ. അപ്പോൾ മൊത്തത്തിൽ ഈ കോൺഗ്രസ് പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. കോൺഗ്രസ് പലതരത്തിലും ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം നരേന്ദ്രമോദിയും ഇന്ത്യൻ സർക്കാരിനെയൊക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഈ പെഹൽഗാം അറ്റാക്കിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് സ്പോൺസേഡ് പരിപാടിയാണ്, അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് അവിടുത്തെ പാകിസ്ഥാനിലെ പാർട്ടികളൊക്കെ അത് ഷെയർ ചെയ്ത് അത് വലിയ ചർച്ചയാക്കി. പാകിസ്ഥാനിലെ മാധ്യമങ്ങളൊക്കെ 2 ദിവസമായി ചർച്ച ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ഇത് സ്വീകരിച്ച് എന്താ പറയുക, രാജ്യം ഇത്തരത്തിലുള്ള സാഹചര്യം കടന്നു പോകുമ്പോൾ രാജ്യത്തിനെതിരെ പുറകുന്ന കുത്തുന്ന ഒരു സ്വഭാവം കാണിച്ച് കോൺഗ്രസ് പാർട്ടി ജനങ്ങൾ തിരിച്ചറിഞ്ഞു, രാഹുൽ ഗാന്ധിക്ക് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ആ ഒരു പ്രതിഷേധം അവർ മനസ്സിലാക്കി. ജനങ്ങൾക്ക് ഇങ്ങനെക്കെതിരെ, അതായത് പാർട്ടിക്കെതിരെ തിരിയുന്ന ഒരു അവസ്ഥ കണ്ടപ്പോൾ അവർ സൈലൻ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ എന്താ പറയുക, ഇന്ത്യ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിലെ സപ്പോർട്ട് എന്ന രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാതിരിക്കാൻ പറ്റില്ല, ജനങ്ങളെതിരാവും. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ സൈലൻ്റ് ആണ്. ഒരുപാട് രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തോട് കൂടുതലുള്ള കമ്മിറ്റ്മെൻറ്റുള്ള പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന് റിയാക്ഷൻ എടുക്കണം. ഈ വിഷയത്തിൽ ഞങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒപ്പമാണെന്ന് അവർ ഒഫീഷ്യലായി പറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ എക്സ്പെക്ട് ചെയ്ത ആ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു എന്താ പറയുക, പാകിസ്ഥാൻ കിട്ടി എന്ന് വിചാരിക്കുന്ന ഒരു സപ്പോർട്ട് കിട്ടിയില്ല. അപ്പോൾ മൊത്തത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പാകിസ്ഥാൻ പട്ടാളത്തിലും ISലും ഇന്ത്യൻ ചാരന്മാർ കയറുന്നു. പാകിസ്ഥാൻ പ്രതീക്ഷിച്ച സപ്പോർട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് കിട്ടുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമാണ്. വരും ദിവസങ്ങളിൽ ഇതേ ചാരന്മാർ തന്നെ എന്താ പറയുക, ഹഫീസ് സയ്യിദിനെ രാവൺ കോട്ടയിൽ എന്താ പറയുക, അവരുടെ SSG കമാൻഡോസ് ഉണ്ടല്ലേ, അതിൽ തന്നെ ഇന്ത്യൻ ചാരന്മാരുണ്ട്. അവരെന്നെ ഹഫീസ് സയ്യിദിനെ തീർക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.